ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോയായിട്ടാണ്. വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കക്കയിറച്ചിയാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ കക്കയിറച്ചി നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ ക്ലീൻ ചെയ്യാം, ഇതാണ് നമ്മുടെ വീഡിയോ. ഒത്തിരി ലാഗ് അടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം നോർമൽ രീതിയിൽ എങ്ങനെയാണ് ഈ കക്ക ക്ലീൻ ചെയ്യുന്നതെന്ന് കാണാം. നമ്മൾ ഈ കക്കയുടെ ഇവിടെ പിടിച്ച് ഇതുപോലെ ഞെക്കുമ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു സംഭവം കിട്ടും. ഇതാണ് കളയേണ്ടത്. അത് കളഞ്ഞിട്ട് ഇങ്ങനെ ഇടുക. ഈ രീതിയിലാണ് നോർമൽ രീതിയിൽ എല്ലാവരും ചെയ്യുന്നത്. ഇനി നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു കൂടെടുക്കാം. ഇതുമാതിരി ഒരു കൂടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എളുപ്പ വഴിയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു കക്ക ഇറച്ചി കുറച്ച് ഇങ്ങോട്ട് എടുക്കുക. ഇതുപോലെ ഒരു കൂടെടുക്കാൻ പറഞ്ഞു. ആ കൂടിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് കക്കയിറച്ചി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളൊരു മെത്തേഡാണ് ഈ കാണിക്കുന്നത്. ഇങ്ങനെ ക്ലീൻ ചെയ്യാനുള്ള ആ കക്ക ഇറച്ചി നമുക്കൊരു കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ചപ്പാത്തിക്കോല് അതല്ലെങ്കിൽ ഒരു ഓസ് പോലെ എന്തെങ്കിലും ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ പയ്യെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 പ്രാവശ്യം പയ്യെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ കക്കയിലുള്ള വേസ്റ്റ് എല്ലാം ഇതിലേക്ക് മാറിക്കിട്ടും. നമുക്ക് ഇങ്ങനെ ഒന്ന് പയ്യെ ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇതുമാതിരി വേസ്റ്റ് വേറെ ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെ അതിൽ നിന്ന് ഓരോന്നായി പറക്കി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് അതിൻ്റെ കക്ക ഇറച്ചി വേറെ ആയിട്ടും കിട്ടും. ഇങ്ങനെ നമുക്കൊരു 3-4 സ്റ്റെപ്പായിട്ട് വളരെ ഈസി ആയിട്ട് കക്ക ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഓരോന്നും നമ്മൾ എടുക്കുന്നതിലും ഏറ്റവും ബെറ്റർ ഇതുമാതിരി പെട്ടെന്ന് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുക. ഒരു 3-4 സ്റ്റെപ്പായിട്ട് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്ന കേസുള്ളൂ. ഓരോന്നായിട്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനെ ഒരു 3-4 ട്രിപ്പായിട്ട് നമുക്ക് കക്ക ക്ലീൻ ചെയ്തെടുക്കാം. നമ്മളങ്ങനെ കക്ക മുഴുവൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആ കക്കയിൽ നിന്ന് മാറ്റിയിരിക്കുന്ന വേസ്റ്റാണ് ഈ ഇരിക്കുന്നത് മുഴുവൻ. ഇത് നമുക്ക് കളയാനുള്ളതാണ്. നമ്മളൊരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് കഴുകി ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഈ വേസ്റ്റെല്ലാം നമ്മൾ ശരിക്കും നീക്കം ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് അത് കൊള്ളില്ല. ഇപ്പോൾ ഈ കക്കയുടെ ക്ലീൻ ചെയ്ത ഭാഗം തന്നെ ഇങ്ങനെ എടുക്കുമ്പോഴും ഇതുണ്ടോ, ഇതെല്ലാം ഇതിൻ്റെ വേസ്റ്റാണ്. ഇത്രത്തോളം വേസ്റ്റ് വന്നിട്ടുണ്ട്. ചെറുപയറിൻ്റെ മാതിരി വേസ്റ്റ് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കളയണം കേട്ടോ. നമ്മൾ ഒരു 4-5 പ്രാവശ്യം കഴുകി ക്ലീനാക്കി എടുക്കണം. ഇത് നമ്മൾ കക്ക കഴുകിയ വെള്ളമാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ അടിയിൽ ഊറിക്കിടക്കുന്നുണ്ടോ, ഇതുമാതിരി ഇതിൽ വേസ്റ്റ് ഉണ്ടാവും. അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കഴുകി മാറ്റേണ്ടതാണ് കേട്ടോ. ഇതുപോലെ ഒരു 6-7 പ്രാവശ്യം ക്ലീനാക്കി കഴുകി ഈ സംഭവം നമ്മൾ വെള്ളം വാലാനായിട്ട് മാറ്റി വയ്ക്കുക. നല്ലതുപോലെ കഴുകി എടുത്ത് വയ്ക്കണം. എന്നാലാണ് ആ വെള്ളമൊക്കെ വാർന്ന് കിട്ടുള്ളൂ. വേസ്റ്റ് എല്ലാം എടുത്ത് മാറ്റി നല്ല ക്ലീൻ ചെയ്ത കക്കയാണ് ഈ കാണുന്നത്. നമ്മളിവിടെ കുറച്ചാണ് എടുത്തിട്ടുള്ളൂ. കുറച്ച് അളവിലുള്ള കാര്യങ്ങളാണ് കഴുകുന്നതും കാണിച്ചത്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഇതുപോലെ കഴുകിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. ഓരോന്ന് മാറ്റി കഴുകുന്നതിലും ഏറ്റവും ബെറ്റർ ഇതാണ്. പിന്നെ നമ്മൾ അങ്ങനെ കൂടെടുത്തില്ലെങ്കിലും നമുക്ക് താഴ്ഭാഗം കീറിയിട്ട് 2 ഷീറ്റായിട്ട് എടുത്തിട്ട് ഒരു ഷീറ്റിൻ്റെ മുകളിൽ നിരത്തി വെച്ചതിന് ശേഷം അടുത്ത ഷീറ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് അത് ഇതുപോലെ തന്നെ പയ്യെ നമുക്ക് ചപ്പാത്തിക്കോലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് പയ്യെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ കക്ക ക്ലീനായി പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ആ രീതിയിലും വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു കൊച്ചു വീഡിയോയുമായി കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ട്.